നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. BJP സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ കോടതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലേക്ക് അധിക ജലം ഒഴുക്കിയതോടെ തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്നത് സീസണിലെ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്കെന്ന് ആശങ്ക. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം നിലവിൽ വന്നു. നഗരത്തിലെ 4 പ്രധാന റോഡുകളിൽ ഗതാഗതം വൺ വേ ആയി ക്രമീകരിക്കും. വാർത്തകൾ വിശദമായി. BJPക്കെതിരായ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ്. BJP സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. റോയി കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. BJPക്കെതിരായ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതെന്ന് DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് പ്രസ്താവിച്ചു. ജവഹർലാൽ നെഹ്റു 1938 കോൺഗ്രസ് മുഖപത്രമായി ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം തടസ്സപ്പെട്ടപ്പോൾ ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുവാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമായാണ് കേസിന്റെ തുടക്കം. കെട്ടിച്ചമച്ച കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും ജോയ് തോമസ് കൂട്ടിച്ചേർത്തു. BJP സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശബ്ദമുയർത്തുന്നു പ്രതിപക്ഷം എന്നുള്ളതിൽ പാർലമെന്റിന് പുറത്തും ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ പോലീസിനെ കൊണ്ടും ED കൊണ്ടും മറ്റന്വേഷണ ഏജൻസികളെ കൊണ്ടും CBI കൊണ്ടും ഒക്കെ അന്വേഷിപ്പിച്ച് അവരുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും നിസ്സാരമായി നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനും അതുപോലെയുള്ള നടപടികളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾ പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 90 കോടി രൂപ LICയിൽ നിന്നും പലിശരഹിത വായ്പ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളും 1 ലക്ഷത്തിൽ പരം കോടി രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ പല പ്രമുഖമായ ബാങ്കുകളും അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളും ഒക്കെ അനാവശ്യമായ പണം കൈമാറിയിരിക്കുന്നത്. അവിടെയാണ് ഉത്തരവാദിത്വത്തോടുകൂടി അല്ലെങ്കിൽ വളരെയധികം മറ്റ് ലാഭേച്ഛയില്ലാതെ ഒരു പത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി, യഥേഷ്ടം അവർക്ക് ആവശ്യപ്പെട്ടത് കൊടുത്ത് പിരിച്ചുവിടുന്നതിന് വേണ്ടി ഒക്കെ സ്വരുക്കൂട്ടിയ പണത്തിന്റെ ഭാഗമായിട്ടാണ് 90 കോടി രൂപ LICയിൽ നിന്നും പലിശരഹിത വായ്പയായി ED കണ്ടെത്തി ഇപ്പോൾ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ റോയി കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ നിഷ സോമൻ, ഷിബിലി സാഹിബ്, NI ബെന്നി, TJ പീറ്റർ, VE താജുദ്ദീൻ, ലീലാമ ജോസ്, രാജു ഓടയ്ക്കൽ,
ബാബു കുര്യാക്കോസ്, ജാഫർ ഖാൻ മുഹമ്മദ്, ടോമി പാലക്കൻ, കെ ദീപക്, സുനി സാബു, PS ജേക്കബ്, മോഹൻദാസ് പുതുശ്ശേരി, ബിജോയ് ജോൺ, CS ഇമാനുവൽ, CS മഹേഷ്, ബോസ് തളിയംചിറ, മനോജ് കോക്കാട്, NK ബിജു, മാർട്ടിൻ ജോസഫ്, TL അക്ബർ, KG സജിമോൻ, റോബിൻ മൈലാടി, PR രാജേഷ് ബാബു, AK സുഭാഷ് കുമാർ, B സജയകുമാർ, KM ജോസഫ്, പിയൂഷ് ഷാഹുൽ ഹമീദ്, ജിഫി ജോർജ്, മനോജ് തങ്കപ്പൻ, സജി ചെമ്പകശ്ശേരി, PV അച്ചമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അടിക്കടി ഉണ്ടാവുന്ന ഗ്യാസ് വില വർധനവ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബീന ടോമി പറഞ്ഞു. പാചകവാതക വിലവർദ്ധനവ് അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുകയാണ്. സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന ഗ്യാസ് വില വർധനവ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബീന ടോമി പറഞ്ഞു. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഓരോ ദിവസവും ചെല്ലുന്തോറും ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. അത് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വിറക് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നല്ല വീടുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അവിടെ അടുപ്പ് കത്തിച്ച് വീട് പോയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്യാസ് ഉപയോഗമാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഗ്യാസിന് ഇതുപോലെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവങ്ങളായ സ്ത്രീകൾ, കൂലിപ്പണി ചെയ്തിട്ട് വരുന്ന സ്ത്രീകൾക്ക് അരി മേടിക്കണോ ഗ്യാസ് മേടിക്കണോ എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് ഗ്യാസിന് വില കുറച്ച് സഹോദരിമാരെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. ആ ഒരു മുദ്രാവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് ഗ്യാസിന് എത്രയും പെട്ടെന്ന് വില കുറയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ എല്ലാവരോടും പിന്തുണയ്ക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. UPA ഗവൺമെന്റിന്റെ കാലത്ത് ഗ്യാസിന് 300 രൂപയാക്കിയപ്പോൾ വഴിയിൽ കഞ്ഞിവെച്ചും വണ്ടിയുന്തിയും പ്രതിഷേധിച്ച BJPയും ഇടതുപക്ഷവും ഗ്യാസ് വില 1000 കടന്നിട്ടും ഒരു പ്രതിഷേധവും നടത്താതെ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ജോസ് മൂത്തനാട്ട്, KA മാത്യു, CB പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, PS മേരിദാസൻ, AM സന്തോഷ്, KS സജീവ്, ബിജു പുന്നോലി, രാജൻ കാലാച്ചിറ, ജോണി വടക്കേക്കര, ഷിബു പുത്തൻപുരയ്ക്കൽ, ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കോടതികളിലെയും സർക്കാർ ഓഫീസുകളിലെയും ഫീസുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ നികുതി പണം മുടക്കി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി വേദനാജനകമാണെന്ന് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്. സംസ്ഥാന സർക്കാർ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ കോടതി യൂണിറ്റ് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് KG സജിമോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന കോർട്ട് ഫീസ് സാധാരണക്കാരെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും അകറ്റി നീതിന്യായ സംവിധാനം തകിടം മറിക്കുന്നതിന് കാരണമാകുമെന്ന് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് അഭിപ്രായപ്പെട്ടു. കോടതികളിലെയും സർക്കാർ ഓഫീസുകളിലെയും ഫീസുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം മുടക്കി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടി വേദനാജനകമാണെന്നും 5ഉം 10ഉം ഇരട്ടിയായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് സർക്കാർ ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രമാതീതമായ വർധനവ് കോടതികളിൽ വ്യവഹാരം നടത്തുന്ന അഭിഭാഷകർക്കോ അഭിഭാഷകരുടെ സഹായിയായി വർത്തിക്കുന്ന അഭിഭാഷക ക്ലർക്കുകൾക്കോ മാത്രമല്ല, ഈ സ്റ്റാമ്പ് മുദ്ര വില കൂട്ടിയതോടുകൂടി കോർട്ട് ഫീ കൂട്ടിയതോടുകൂടി അത് സാധാരണക്കാരെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു വലിയ സമരമായി മാറിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാന അത്താണിയാണ് നീതിന്യായ കോടതികൾ.
ആ നീതിന്യായ കോടതികളിലേക്ക് ഒരു സാധാരണക്കാരന് കടന്നു ചെല്ലുവാനോ ഒരു വ്യവഹാരത്തിൽ ഏർപ്പെടുവാനോ നീതി സമരം നടത്തുവാനോ ഇന്ന് ഈ കോർട്ട് ഫീ വർധനവോടുകൂടി അവന്റെ ആഗ്രഹങ്ങൾക്ക് തടയിടുകയാണ്. ഇവിടെ രാഷ്ട്രീയമോ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു സാധാരണക്കാരന് ഈ സമൂഹത്തിൽ അവന് നീതിക്ക് വേണ്ടി പോരാടണമെങ്കിൽ, അവനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, ഈ സിസ്റ്റം വളരെ ക്രമാതീതമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വർദ്ധിച്ച കോർട്ട് ഫീ വർധനവ് അതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയേ പറ്റൂ. ബഹുമാനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ ശുപാർശകൾ ഇന്ന് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന ശുപാർശകളിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സംസ്ഥാന സർക്കാർ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷൻ ജില്ലാ കോടതി യൂണിറ്റ് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നീതിക്കും തീവില എന്ന തലവാചകമുയർത്തി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് പ്രസിഡന്റ് കെ ജി സജിമോൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ KSEA ഇടുക്കി ജില്ലാ സെക്രട്ടറി KM സാബു മുഖ്യപ്രഭാഷണം നടത്തി. ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൊടുപുഴ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് N ചന്ദ്രൻ, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എബനേസർ സാമുവൽ, യൂണിറ്റ് സെക്രട്ടറി ശ്രീജാമോൾ മാധവൻ നായർ, ടിൻഡു മാത്യു, ബിന്ദു രവി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ ഷീല പ്രതാപൻ, അജി ടി, സുനിത വിനു, ഷാജി VR തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തമിഴ്നാട്ടിലേക്ക് അധിക ജലമൊഴുക്കിയതോടെ തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്നത് സീസണിലെ ബോട്ട് സവാരി പ്രതിസന്ധിയിലാക്കിയെന്ന ആശങ്ക. അണക്കെട്ടിലെ ജലനിരപ്പ് 113.9 അടിയിലേക്ക് താഴ്ന്നതോടെ തേക്കടി തടാകത്തിലെ മരക്കുറ്റികൾ ഉയർന്നതാണ് ബോട്ട് സവാരി വിഷമകരമാക്കുന്നത്. തമിഴ്നാട് വെള്ളമെടുത്ത് തേക്കടി ജലനിരപ്പ് താഴ്ന്ന സീസണിൽ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്കെന്ന് ആശങ്ക. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് നിയന്ത്രണമില്ലാതെ ജലം എടുത്തതോടെ വിനോദസഞ്ചാര സീസണിൽ തേക്കടി തടാകത്തിലെ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്കെന്നാണ് ആശങ്ക അറിയിച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് 113.90 അടിയിലേക്ക് താഴ്ന്നതോടെയാണ് മരക്കുറ്റികൾ നിറഞ്ഞ തേക്കടി തടാകത്തിലെ ബോട്ട് സവാരി വിഷമകരമായത്. തമിഴ്നാട്ടിലേക്ക് നിയന്ത്രണമില്ലാതെ ജലം ഒഴുക്കിയതോടെയാണ് അണക്കെട്ടിലും തടാകത്തിലും ജലനിരപ്പ് താഴ്ന്നത്. അണക്കെട്ട് നിർമ്മാണത്തോടെ രൂപപ്പെട്ട തടാകവും ജലം സംഭരിക്കപ്പെട്ടതോടെ മുങ്ങിയ മരങ്ങളും കുറ്റികളുമാണ് തടാകത്തിൽ ഉള്ളത്. ജലനിരപ്പ് താഴ്ന്നതോടെ മരക്കുറ്റികളുടെ മുകൾ ഭാഗം തടാകത്തിന് കൂടുതൽ സ്ഥലങ്ങളിൽ ഉയർന്നു വരും. ഇവയിൽ തട്ടാതെ വേണം പ്രത്യേക ഭാഗത്തുകൂടി ബോട്ട് സവാരി നടത്തുവാൻ. ഇതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ജലനിരപ്പ് 113.90 അടി ഉണ്ടെങ്കിലും ഇത്രയും ആഴത്തിൽ ജലമുള്ളത് അണക്കെട്ടിന് സമീപത്ത് മാത്രമാണ്. ബോട്ട് സവാരി തുടങ്ങുന്ന തേക്കടി ബോട്ട് ലാൻഡിംഗ് ഭാഗത്ത് ജലനിരപ്പ് 50 അടിയിൽ താഴെയാണ്. ജലനിരപ്പ് വീണ്ടും താഴ്ന്നാൽ ഇപ്പോഴുള്ള ഭാഗത്ത് ബോട്ട് അടുപ്പിക്കുവാനോ സഞ്ചാരികളെ കയറ്റുവാനോ കഴിയില്ല. ഇതും ആശങ്ക ഇടയാക്കുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതോടെ കുട്ടികളുമായി നിരവധി കുടുംബങ്ങളാണ് തേക്കടി കാണാൻ എത്തുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ജൂൺ പകുതി വരെ തേക്കടിയിലേക്ക് എത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. തടാകത്തിലെ ബോട്ട് സവാരിയും ഇതുവഴി വനമേഖലയിലെ തടാകത്തിലും കാണപ്പെടുന്ന വന്യജീവികളെയും കാണുന്നതിനാണ് സഞ്ചാരികൾ തേക്കടിയിലേക്ക് എത്തുന്നത്. ജലനിരപ്പ് താഴ്ന്ന ബോട്ട് സവാരി തടസ്സപ്പെട്ടാൽ വരുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങേണ്ടി വരുമെന്നാണ് വിനോദസഞ്ചാര മേഖല ആശങ്കയിലാഴ്ത്തുന്നത്. BBC ന്യൂസ്, കുമളി. കല്യാണത്തണ്ട് വെട്ടിക്കുഴിക്കവല മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് എത്തിച്ച ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നില്ലെന്ന് പരാതി. നിരവധി പരാതികളുടെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് 2 ട്രാൻസ്ഫോമറുകൾ കട്ടപ്പന KSEBിയിൽ എത്തിച്ചത്. അടിയന്തരമായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്യാണത്തണ്ട്, വെട്ടിക്കുഴി കവല, ഹാപ്പി നഗർ മേഖലകളിലെ ജനങ്ങളാണ് നാളുകളായി വോൾട്ടേജ് ക്ഷാമത്തിൽ ദുരിതം അനുഭവിക്കുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതോടെ വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇത് കുടിവെള്ള പദ്ധതികളെ അടക്കം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത്. ഇതോടെ വിഷയത്തിന് പരിഹാരമായി 2 ട്രാൻസ്ഫോമറുകൾ അനുവദിക്കുകയും അവ കട്ടപ്പന KSEB ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായി ഇവ സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി ഉയരുന്നത്. കല്യാണത്തണ്ട് മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനും വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
കട്ടപ്പന KSCBയുടെ മുന്നിൽ ഒരു മാസങ്ങൾക്ക് മുമ്പ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നിൽ നേതൃത്വത്തിൽ സമരം നടത്തിയതാണ്. എന്നാൽ സമരത്തിന് ശേഷം കാരിപ്പടിയിൽ, അതായത് കല്യാണത്തിന് 300ഓളം കുടിവെള്ള ഗുണഭോക്താക്കളുള്ള പദ്ധതിയുടെ വിഷയം പരിഹരിക്കുന്നതിനായി കാരിപ്പടിയിൽ ആദ്യം ട്രാൻസ്ഫോമർ വെക്കാമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിന് പ്രകാരം 2 ട്രാൻസ്ഫോമർ KSCBയിൽ എത്തുകയും ആ ട്രാൻസ്ഫോമർ വെക്കുന്നതിന് നിരന്തരമായി ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ഓരോ ദിവസവും ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് തള്ളിവിടുകയാണ്. അതിനുശേഷം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും KSCB പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് KSCB അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് വെച്ചു കൊടുത്തു. പക്ഷേ 300ഓളം ഗുണഭോക്താക്കൾ ഈ കടും വേനത്ത് വെള്ളമടിക്കാൻ വിഷമിക്കുമ്പോൾ 50,000 രൂപ അതിൽ വരുന്ന കറണ്ട് ബില്ല് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് അവിടുത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവരിപ്പോൾ ഞങ്ങളോട് പറയുന്ന കാരണം എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് ക്ലാമ്പ്, ആ ട്രാൻസ്ഫോമർ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഇല്ല എന്നുള്ള ഒറ്റ കാര്യപ്രകാരം 2-3 ആഴ്ചയായിട്ട് ഈ ട്രാൻസ്ഫോമർ ഈ KSCBയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് ബന്ധപ്പെട്ട AXC ഉൾപ്പെടെ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ, AE ഉൾപ്പെടെ, അതിന് മേൽ ഘടകത്തിലുള്ള ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് സാധനങ്ങൾ ഈ ക്ലാമ്പിൻ്റെ കുറവാന്ന് പറയും. നിസ്സാരമായി പരിഹരിക്കപ്പെടാവുന്നൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ഒരു മാസ കാലഘട്ടമായി KSCBയുടെ അനാസ്ഥ മുഖാന്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ എത്രയും വേഗം തന്നെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടായി കാരിപ്പടിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. അടുത്ത നാളുകൾക്കിടയിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടുകൂടി KSCB ട്രാൻസ്ഫോമറുകൾ നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട ചില സാമഗ്രികളുടെ അഭാവമാണ് കാലതാമസമുണ്ടാകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. അതേസമയം വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന മേഖലകളിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അടിയന്തരമായി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൂവാറ്റുപുഴ വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം നിലവിൽ വന്നു. നഗരത്തിലെ 4 പ്രധാന റോഡുകളിൽ ഗതാഗതം വൺ വേ ആയി ക്രമീകരിക്കും. വെള്ളൂർക്കുന്നം മുതൽ PO ജംഗ്ഷൻ വരെ ഒരു ദിശയിൽ മാത്രം പ്രവേശനം. EEC മാർക്കറ്റ് റോഡ്, കാവുമ്പടി റോഡ്, റോട്ടറി റോഡ് എന്നീ റോഡുകളിലെയും വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് മൂവാറ്റുപുഴ ട്രാഫിക് SI സിദ്ദിഖ് അറിയിച്ചു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നവരെ ഈ ക്രമീകരണം തുടരും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും 20 ഹോം ഗാർഡുകളെയും ട്രാഫിക് പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ ബസ്സുകളും കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങളും തൊടുപുഴ വാഹനങ്ങളും ഒഴികെ എറണാകുളം കോലഞ്ചേരി പോകേണ്ട വാഹനങ്ങളും ആലുവ നെടുമ്പാശ്ശേരി പെരുമ്പാവൂർ പോകേണ്ട വാഹനങ്ങളും എല്ലാം മാറാടിയിൽ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് ഊരമന കായനാട് വഴി പെരുമ്പൂരിൽ പ്രവേശിക്കേണ്ടതാണ്. പെരുമ്പൂരിൽ എത്തുന്ന വാഹനങ്ങൾ എറണാകുളം കോലഞ്ചേരി വാഹനം ഇടത്തോട്ടേക്ക് പോകേണ്ടതും പെരുമ്പാവൂർ ആലുവ നെടുമ്പാശ്ശേരി വാഹനം വലത്തോട്ടേക്ക് തിരിഞ്ഞ് വാളകം ഭാഗത്തു നിന്നും ലെഫ്റ്റ് എടുത്ത് മണ്ണൂർ വഴി പോകേണ്ടതുമാണ്. കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ ബസ്സുകളും കിഴക്കൻ മേഖലയിലുള്ള വാഹനങ്ങളും തൊടുപുഴ വാഹനങ്ങളും നേരെ KSRTC വന്ന് തൊടുപുഴയ്ക്കുള്ള വാഹനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ടതും കിഴക്കൻ മേഖലയിലുള്ള വാഹനങ്ങളെല്ലാം കച്ചേരിത്താഴം നെഹ്റു പാർക്ക് വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. എറണാകുളം ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മോട്ടറയ്ക്ക് വരുന്ന വാഹനങ്ങളിൽ തൊടുപുഴ കോട്ടയം വാഹനങ്ങളെല്ലാം പെരുമൂഴിയിൽ നിന്ന് റൈറ്റ് എടുത്ത് ഊരമന കായനാട് വഴി ഈസ്റ്റ് മാറാടിയിലോ 120 ജംഗ്ഷനിലോ വന്ന് തിരിഞ്ഞു പോകേണ്ടതാണ്. എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ മോട്ടർ ടൗണിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങളും കിഴക്കൻ മേഖലയിലുള്ള വാഹനങ്ങളും പെരുമ്പാവൂർ ആലുവ നെടുമ്പാശ്ശേരി വാഹനങ്ങളും പെരുമൂഴിൽ നിന്നും നേരെ വരേണ്ടതും ആയതിൽ ആലുവ പെരുമ്പാവൂർ എയർപോർട്ട് വാഹനങ്ങൾ വാളകത്തു നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടതും മൂവാറ്റുപുഴ ടൗണിലേക്ക് വരുന്ന വാഹനങ്ങളും കിഴക്കൻ മേഖലയിൽ വരുന്ന വാഹനങ്ങളും വെള്ളൂർക്കുന്നം വഴി എത്തി സീമാസ് ജംഗ്ഷനിൽ വന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് EC മാർക്കറ്റ് വഴി കടന്ന് കീച്ചേരിപ്പടി വഴി പോകേണ്ടതാണ്. പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങൾ വാഴപ്പള്ളി ലിസു ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് EC മാർക്കറ്റ് റോഡിൽ പ്രവേശിക്കാവുന്നതാണ്. പെരുമ്പാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ഹെവി വാഹനങ്ങളും ബസ്സുകളും സീമാസ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് EC മാർക്കറ്റ് റോഡ് വഴി കീച്ചേരിപ്പടിയിലെത്തി ഇടത്ത് തിരിഞ്ഞ് ബിസ്മി ജംഗ്ഷനിൽ നിന്നും റൈറ്റ് പോയി കിഴക്കേക്കര സ്കൂളിലെത്തി ഇടത്ത് തിരിഞ്ഞ് അടൂപ്പറമ്പ് വഴി പോകേണ്ടതാണ്. കോതമംഗലം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളിൽ തൊടുപുഴ അതുപോലെ കോട്ടയം വാഹനങ്ങൾ ചാലക്കട ബിസ്മി ജംഗ്ഷനിൽ നിന്നും ഇടത്ത് തിരിഞ്ഞ് ഈസ്റ്റ് ഹൈസ്കൂൾ വഴി ഈസ്റ്റ് ഹൈസ്കൂളിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് അടൂപ്പറമ്പ് വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കോതമംഗലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ എറണാകുളം കോലഞ്ചേരി പെരുമ്പാവൂർ ആലുവ വാഹനങ്ങൾ നേരത്തെ വരുന്നത് പോലെ തന്നെ വൺ വേയിൽ നിന്നും എടുത്ത് റോട്ടറി റോഡ് വഴി നെഹ്റു പാർക്കിലെത്തി അവിടുന്ന് റൈറ്റ് എടുത്ത്
വെള്ളൂർക്കുന്ന് വഴി തിരിഞ്ഞ് പോകേണ്ടത്. തൊടുപുഴ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ കോട്ടയം വാഹനം ആലക്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടതും മറ്റുള്ള കിഴക്കൻ മേഖല വാഹനങ്ങളും എറണാകുളം വാഹനങ്ങളും പോസ്റ്റ് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്ത് പോകേണ്ടതുമാണ്. കൂടാതെ കീച്ചേരിപ്പടിയിൽ നിന്നും EC മാർക്കറ്റ് റോഡിലേക്ക് നോ എൻട്രി ആയിരിക്കും. വൺ വേ തിരിഞ്ഞ് വരുന്ന റോട്ടറി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നോ എൻട്രി ആയിരിക്കും. തൊടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും PO ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങളും സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും കൊടക്കരക്കാവിലേക്കും നോ എൻട്രി ആയിരിക്കും. ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സ്പോർട്സ് എന്ന സന്ദേശവുമായി തൊടുപുഴയിൽ നിന്നും മലങ്കരയിലേക്ക് സൈക്കിൾ റാലി നടത്തി. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിന്റെയും സഹകരണത്തോടെ നടത്തിയ റാലി മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സ്പോർട്സ് എന്ന സന്ദേശവുമായി തൊടുപുഴയിൽ നിന്നും മലങ്കരയിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിന്റെയും സഹകരണത്തോടെ നടത്തിയ റാലി മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഫ്ലാഗ് ഓഫ് ചെയ്തു. മാറി വരുന്ന പുതിയ ടെക്നോളജിയും പുതിയ സംവിധാനങ്ങൾക്ക് അനുസൃതമായി അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും നല്ല അറിവ് നൽകുന്നതിനും അവരെ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുമൊക്കെ നിരവധിയായ മാർഗങ്ങളും സംവിധാനങ്ങളും അതിനൊക്കെയുള്ള കോച്ചിങ്ങും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ചെറിയ വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വഴിപിഴച്ച് പോകുന്ന നമ്മുടെ കൊച്ചുമക്കള് അവരെ നമുക്ക് ഈ നാടിനും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും ഒക്കെ ഏറ്റവും വലിയ ദുഃഖമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊരറുതി വരുത്തുന്നത് നമ്മുടെ ആവശ്യമാണ്. ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ അത് ഈ സമൂഹം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയും ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് N. രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം K. ശശിധരൻ നായർ ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി AP മുഹമ്മദ് ബഷീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷെൽബിൻ ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിളിച്ചപ്പോൾ അടുത്തേക്ക് വരാത്തതിന് വളർത്തുനായെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം തെരുവിൽ ഉപേക്ഷിച്ച ഉടമയ്ക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. മുതലക്കുടം ഇടശ്ശേരി ഷൈജു തോമസിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നായയുടെ മുതുകിൽ 5 മുറിവുകളും തലയിൽ ആഴത്തിൽ വെട്ടിയ മുറിവുമുണ്ടായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനാകുന്ന മുറയ്ക്ക് നായയെ ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നൽകുമെന്ന് റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. വിളിച്ചപ്പോൾ അടുത്തേക്ക് വരാത്തതിന് വളർത്തുനായിയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം തെരുവിൽ ഉപേക്ഷിച്ച ഉടമ മുതലക്കോടം ഇടശ്ശേരിയിൽ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വൈകിട്ട് മുതലക്കോടം ഭാഗത്ത് മുറിവേറ്റ നായിയെ കണ്ട് വിവരം നാട്ടുകാർ അറിയിച്ചതോടെ റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവരെത്തി നായയ്ക്ക് ചികിത്സ നൽകിയ ശേഷം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. കൂട്ടിൽ കയറ്റാൻ വിളിച്ചപ്പോൾ വരാത്തതിന്റെ ദേഷ്യത്തിൽ കത്തികൊണ്ട് നായിയെ വെട്ടി പരിക്കേൽപ്പിച്ചതാണെന്ന് നാട്ടുകാർ ഇവരെ അറിയിച്ചു. മുതുകിൽ 5 മുറിവുകളും തലയിൽ ആഴത്തിൽ വെട്ടിയ മുറിവുമുണ്ടായിരുന്നു. നായയുടെ ഓണർ തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചതാണ്. തലയിൽ ആഴത്തിലൊരു മുറിവുണ്ട്. കൈ വെട്ടി അസ്ഥി വെളിയിൽ വന്ന അവസ്ഥയിലാണ്. പിന്നെ ഇവിടെയും വലിയ നല്ലൊരു ആഴത്തിലുള്ള മുറിവുണ്ട്. ഈ കൈ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പിന്നെ ബാക്കി വശത്ത് പുറത്തൊക്കെ കുറേ അധികം വെട്ടുണ്ട്. ഒരു 8-10ഓളം വെട്ട് ഈ നായ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓണർ മറ്റുള്ളവരോട് നാട്ടുകാർ കണ്ടവരും അവരെല്ലാം പറയണത്, ഓണർ പറഞ്ഞത് നായ വിളിച്ചിട്ട് വന്നില്ല. ഓണർ വിളിച്ചപ്പോൾ നായ അയാളുടെ അടുത്തേക്ക് വന്നില്ല എന്നാണ്. അങ്ങനെയൊക്കെ ഒരു കാരണം പറഞ്ഞ ഒരു സ്വന്തം വളർത്ത നായയെ ഇങ്ങനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മാരകമാണ്. അയാൾക്കതിന് ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മളിതിന് മുൻപും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ നിയമ നടപടിയൊന്നും എടുക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനാകുന്ന മുറയ്ക്ക് നായയെ ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നൽകുമെന്ന് റെസ്ക്യൂ ടീം അംഗങ്ങൾ പറഞ്ഞു. അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിലാണ് ഉടമയ്ക്കെതിരെ കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിൽ ഓടിക്കൊണ്ടിരിക്കെ കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മൂന്നാർ ഉദുമൽപേട്ട ദേശീയപാതയിൽ കന്നിമല ഫാക്ടറിക്ക് സമീപമായിരുന്നു അപകടം നടന്നത്. കന്നിമലയിൽ വെച്ച് തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തിറങ്ങി ബോണറ്റ് തുറക്കുന്നതിനിടെ തീ ആളിപ്പടരുകയായിരുന്നു.
മൂന്നാർ അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2-ന് മൂന്നാർ ഉദ്മൽപേട്ട ദേശീയപാതയിൽ കന്നിമല ഫാക്ടറിക്ക് സമീപമായിരുന്നു അപകടം സംഭവിച്ചത്. കോട്ടയം ചിങ്ങവനം സ്വദേശി ബി സജീവ്, മകൻ മാധവ്, പാലക്കാട് മണ്ണൂർ സ്വദേശി എം ഷെഫീഖ്, തൃശൂർ പാവറട്ടി സ്വദേശി ലിജോ വർഗീസ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. സുഹൃത്തുക്കളായ ഇവർ കാന്തല്ലൂരിൽ വാങ്ങിയ ഭൂമിയുടെ ഇടപാടുകൾ നടത്തുന്നതിനായി മറയൂരിൽ നിന്ന് ദേവികുളത്തിന് പോവുകയായിരുന്നു. കന്നിമലയിൽ വെച്ച് തകരാർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ പുറത്തിറങ്ങി ബോണറ്റ് തുറക്കുന്നതിനിടെ തീ പടരുകയായിരുന്നു. മൂന്നാർ അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും കാർ പൂർണ്ണമായി കത്തിനശിച്ചു. കേരള സാഹിത്യവേദിയും കാഞ്ഞിരമറ്റം ഗ്രാമീണ വായനശാലയും ചേർന്ന് സെമിനാർ സംഘടിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ KR സോമരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് വിൽസൺ ജോൺ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പലും എഴുത്തുകാരനുമായ തോമസ് വെള്ളിയാന്തടം ക്ലാസ് നയിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള സാഹിത്യവേദിയും ഗ്രാമീണ വായനശാല കാഞ്ഞിരമറ്റവും ചേർന്ന് വിദ്യാർത്ഥികളും ലഹരി ഉപയോഗവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ KR സോമരാജൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരായ ആൾക്കാർ വൈകുന്നേരം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യാപകമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാ രംഗങ്ങളിലുമുള്ള സംഘടനകളെല്ലാം കൂടി ചേർന്ന് അന്ന് കേരള മദ്യനിരോധന സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജയപ്രകാശ് നാരായണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ദേശീയ തലത്തിലുള്ള ജയപ്രകാശ് നാരായണൻ അല്ല കേട്ടോ, കേരളത്തിലുണ്ടായിരുന്ന ജയപ്രകാശ് നാരായണൻ സംസ്ഥാന അന്നത്തെ മദ്യനിരോധന സമിതിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം നല്ല പ്രഭാഷകനാണ്, നല്ല രസകരമായി സംസാരിക്കും. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരാതെ ആരും എഴുന്നേറ്റ് പോകില്ല, വളരെ രസകരമായി. കേരള സാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് വിൽസൺ ജോൺ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പലും എഴുത്തുകാരനുമായ തോമസ് വെള്ളിയാന്തടം ക്ലാസ് നയിച്ചു. കേരള സാഹിത്യവേദി ജില്ലാ സെക്രട്ടറി രാജൻ തെക്കുംഭാഗം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം SD ഗോപിനാഥ്, വായനശാല വൈസ് പ്രസിഡന്റ് മിനി റജി, ഇന്ദിര രവീന്ദ്രൻ, ജോർജ് മുഞ്ഞനാടൻ, മധു പത്മാലയം, ST അജയകുമാർ, MS റജി, കാർത്തിയാനി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സാംസ്കാരിക ക്ഷേമനിധി LDF പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് മന്ത്രി അനിൽ പറഞ്ഞു. മാധ്യമ സ്ഥാപനങ്ങളുടെ അടിത്തറ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത നടനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടിമര ജാഥ, പതാക ജാഥ എന്നിവയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തിരുവനന്തപുരം നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ത്രിദിന സമ്മേളനം സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് സാംസ്കാരിക ക്ഷേമനിധി LDF പ്രകടന പത്രികയിലുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് മന്ത്രി അനിൽ പറഞ്ഞു. മാധ്യമ സ്ഥാപനങ്ങളുടെ അടിത്തറ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താത്ത തൊഴിലാളി വിഭാഗം ഉണ്ടാകില്ലെന്നതാണ് വസ്തുത. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. നിർഭയമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. പലപ്പോഴും മാധ്യമപ്രവർത്തനം ഏകപക്ഷീയമായി പോകുന്നുവെന്നും ഇവ തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സർവാംഗ സ്വതന്ത്രമായ നിലയിൽ മാധ്യമ ലോകത്തിന്റെ ഉദാത്തമായ പത്രധർമ്മം നിർവഹിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി നടന്ന പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. IV സതീഷ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമപ്രവർത്തനത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെന്ന് MLA പറഞ്ഞു. സമാപന സമ്മേളനം ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത നടനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന നിലപാടിൽ നിന്ന് മാധ്യമപ്രവർത്തകർ പിന്മാറണമെന്ന, നീതിയുടെ പക്ഷത്ത് നിന്ന് മാധ്യമപ്രവർത്തനം നടത്തണമെന്നും പ്രേംകുമാർ പറഞ്ഞു. ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ സെക്രട്ടറി ജനറൽ S സഭാനായകൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ, IJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ്, സംസ്ഥാന ട്രഷറർ EP രാജീവ്, വൈസ് പ്രസിഡന്റുമാരായ സനിൽ അടൂർ, MA ഷാജി, മണിവസന്തം ശ്രീകുമാർ, പ്രകാശൻ പയ്യന്നൂർ, സെക്രട്ടറിമാരായ ജോഷി അറയ്ക്കൽ, പ്രമോദ് കാസർഗോഡ്, ദേശീയ സമിതി അംഗങ്ങളായ ആഷിഖ് മണിയംകുളം, ജോസ് താടിക്കാരൻ, വനിതാ കമ്മിറ്റി കൺവീനർ ആശ കുട്ടപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച മാധ്യമപ്രവർത്തകരെ സമ്മേളനം ആദരിച്ചു. IJU സെക്രട്ടറി ജനറൽ S സഭാനായകൻ, എഴുത്തുകാരൻ ബാബു തോമസ്, ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ബിജു ലോട്ടസ്, മാധ്യമ അവാർഡ് ജേതാവ് ഷാജി ഇടപ്പള്ളി, ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവാർഡ് നേടിയ ഷിഹാബ് പരേലി, ടെലിഫിലിം സംവിധായക മഞ്ജു വിനോദ്, ദേശീയ ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ മണി ചെറുതുരുത്തി എന്നിവരെയാണ് ആദരിച്ചത്.
തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. അനിൽ ബിശ്വാസ് പ്രസിഡന്റായും കെ.സി. സ്മിജൻ ജനറൽ സെക്രട്ടറിയായും ഇ.പി. രാജീവ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. സനിൽ അടൂർ, പ്രകാശൻ പയ്യന്നൂർ, മണിവസന്തം ശ്രീകുമാർ, എം.എ. ഷാജി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറിമാരായി പ്രമോദ് കുമാർ, ആഷിഖ് മണിയംകുളം, ഡോക്ടർ ബിജു ലോട്ടസ്, ബിജോയ് പെരുമാട്ടി, എം. സുജേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. സജി തടത്തിൽ, ഷാജി കുരിശുമ്പോൾ എന്നിവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 270 പ്രതിനിധികൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 24-25 തീയതികളിൽ ഇടുക്കി തേക്കടിയിൽ സംസ്ഥാന ക്യാമ്പ് സംഘടിപ്പിക്കുവാനും സമ്മേളനം ഭാരവാഹികൾ തീരുമാനിച്ചതായി അറിയിച്ചു. നിങ്ങൾക്ക് നല്ല ബജ്ജിയും ചായയും കഴിക്കണമെന്നുണ്ടോ? എങ്കിൽ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള ഉപ്പും മുളകും തനി നാടൻ ബജ്ജിക്കടയിലേക്ക് വരൂ. മിതമായ നിരക്കിൽ പലതരത്തിലുള്ള ബജ്ജികൾ ഇവിടെ ലഭ്യമാണ്, അതും തുച്ഛമായ വിലയിൽ. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ ഉപ്പും മുളകും തനിനാടൻ ബജ്ജിക്കട പ്രവർത്തനം ആരംഭിച്ചിട്ട് 3 മാസമായി. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. 12 ഇനം ബജ്ജികൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പ്രധാനമായും പാലക്കാടൻ സ്റ്റൈലിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. രാവിലെ മസാല ബോണ്ട, മസാല പരിപ്പുവട എന്നിവയിൽ തുടങ്ങുന്നു. കൂടാതെ മുളക് ബജ്ജി, കായ് ബജ്ജി, കോളിഫ്ലവർ ബജ്ജി അങ്ങനെ നീണ്ടുപോകുന്നു വിഭവങ്ങൾ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാടമുട്ട റോസ്റ്റ്. ഇത് രാവിലെ മുതൽ ലഭ്യമാണ്. കൂടാതെ പക്കോട എന്ന ഐറ്റവും ലഭ്യമാണ്. എല്ലാത്തിനും 10 രൂപ നിരക്കിലാണ് വിൽക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബി.ജെ.പി. സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ കോടതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലേക്ക് അധിക ജലം ഒഴുക്കിയതോടെ തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്നത് സീസണിലെ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്കെന്ന് ആശങ്ക. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത ക്രമീകരണം നിലവിൽ വന്നു. നഗരത്തിലെ 4 പ്രധാന റോഡുകളിൽ ഗതാഗതം വൺ വേ ആയി ക്രമീകരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.